ജനിച്ച ഉടനെ അമ്മ തെരുവിൽ ഉപേക്ഷിച്ച ആ കുഞ്ഞിനെ രാജാവായി വാഴും. മരണത്തിന്റെ തണുപ്പിൽ നിന്നും കൊച്ചി മരട് പോലീസ് നെഞ്ചോട് ചേർത്ത നവജാത ശിശുവിനെ പൂർണ്ണ ഉത്തരവാദിത്വത്തോടെ സർക്കാർ സംവിധാനങ്ങൾ ഏറ്റെടുത്തു. അങ്കമാലിയിലെ സ്പെഷ്യൽ അഡോപ്ഷൻ ഏജൻസിയുടെ തണലിലേക്ക് മാറ്റിയ കുഞ്ഞിന് നൽകിയിരിക്കുന്ന പേര് കിയാൻ എന്നാണ്. അറബിയിൽ രാജാവ് എന്നാണ് ഈ പേരിന്റെ അർത്ഥം. ജൂൺ 28 വെളുപ്പിനാണ് കൊച്ചി കുണ്ടന്നൂരിന് സമീപം ഒരു തട്ടുകടയോട് ചേർന്ന് ഒരു നവജാത ശിശുവിനെ കണ്ടെത്തിയത്. ആരുമില്ലാത്ത തെരുവോരത്ത് ഇരുളിന്റെ തണുപ്പിലേക്ക് ആ കുഞ്ഞു ജീവൻ ഉപേക്ഷിക്കപ്പെട്ടപ്പോൾ അമ്മച്ചൂടിന്റെ പെട്ടെന്നുള്ള നഷ്ടം തിരിച്ചറിഞ്ഞ് അവൻ കരഞ്ഞിട്ടുണ്ടാകാം. അവനെ അനാഥമാക്കാൻ കാലം അനുവദിച്ചില്ല. മരട് പോലീസ് അവന്റെ അടുത്തേക്ക് ആദ്യമെത്തി. കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു. നവജാത ശിശുക്കളുടെ തീവ്രപരിചരണ വിഭാഗത്തിൽ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും സ്നേഹപൂർണമായ പരിചരണം. ആശുപത്രിയിലെ ഹ്യൂമൻ മിൽക്ക് ബാങ്കിൽ നിന്നുള്ള അമ്മപ്പാലൂട്ടി വിശപ്പടക്കി. ജനനത്തിന്റെ 9ാം നാളിൽ കുഞ്ഞ് പൂർണ്ണ ആരോഗ്യവാനായിരിക്കുന്നു. ഇനി അവൻ അഭയം സർക്കാരിന്റെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ കൈകളിലാണ്. ഇനി കുട്ടി നമ്മുടെ ചൈൽഡ് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്പെഷ്യൽ അഡോപ്ഷൻ ഏജൻസി ആയിട്ടുള്ള ചെറിയ കുഞ്ഞുങ്ങളുടെ ബേബീസിന് വേണ്ടിയിട്ടുള്ള ഹോമിലേക്ക് കുഞ്ഞിനെ സുരക്ഷിതമായിട്ട് മാറ്റി പാർപ്പിക്കും. വളരെ ശിശു സൗഹൃദപരമായിട്ട് വളരെ കെയറോടുകൂടി തന്നെ നമ്മളെ കുട്ടിയെയും പരിചരിക്കും. നമ്മുടെ വനിതാ ശിശു വികസന വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ഇന്ന് ഈ ഏറ്റെടുക്കൽ ഇവിടെ നടന്നിരിക്കുന്നത്. കുട്ടി സുരക്ഷിതയായിരിക്കും ഞങ്ങളുടെ കൈകളിൽ. അവർ അവനൊരു പേരിട്ടു, കിയാൻ. വിധി തെരുവിലേക്ക് തള്ളിയിട്ടെങ്കിലും ഇന്നവൻ സ്നേഹത്തിന്റെ കാവലുള്ള രാജകുമാരനാണ്. കിയാനെ തെരുവിൽ ഉപേക്ഷിച്ച അമ്മയെ മരട് പോലീസ് കണ്ടെത്തി. ഇടുക്കി സ്വദേശിനിയെ കുറ്റപ്പെടുത്താൻ നിയമത്തിനോ പോലീസിനോ ആയില്ല. മനുഷ്യനെ കാർന്നു തിന്നുന്ന ബോൺമാരോ ക്യാൻസറിന്റെ 4ാം ഘട്ടത്തോട് പോരാടുന്ന ഒരു നിർഭാഗ്യവതി. മരുന്നുകൾക്കും വേദനകൾക്കും നടുവിൽ തന്റെ ചോരക്കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് വളർത്താൻ കെൽപ്പില്ലാത്ത ഒരു അമ്മയുടെ നിസ്സഹായാവസ്ഥയായിരുന്നു ആ ഉപേക്ഷിക്കൽ. അമ്മയുടെ ഈ ദയനീയമായ സാഹചര്യം കണക്കിലെടുത്ത് പോലീസ് കഠിനമായ നടപടികളിലേക്ക് കടന്നിട്ടില്ല. വരണ്ട തെരുവോരത്ത് നിന്നും പ്രത്യാശയുടെ പുതിയൊരു ജീവിതത്തിലേക്ക് കിയാൻ കണ്ണു തുറക്കുകയാണ്. ഈ കുഞ്ഞു രാജകുമാരൻ ഇനി അനാഥനല്ല. അവന് കൂട്ടായി തണലായി ഒരു നാടും സർക്കാരും ഒപ്പമുണ്ട്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.